ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. പ്രമുഖ മുന്നണികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബെയ്ജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നൈപുണ്യ പ്രദർശനമായ ദി ഇന്ത്യ സ്കിൽസ് 2024ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 900-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. മുംബൈയിൽ പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒഡീഷയിലെ ബലംഗീറിൽ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത ശേഷം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. 11 ലോക്സഭാ മണ്ഡലങ്ങളിലായി 7 റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. ജൌൻപൂർ, ഭദോഹി, പ്രതാപ്ഗഡ്, അസംഗഡ് എന്നിവിടങ്ങളിൽ അദ്ദേഹം ഇന്ന് പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. നാളെ ബാരാബങ്കി, ഫത്തേപൂർ, ഹാമിർപൂർ മണ്ഡലങ്ങളിൽ 3 പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 5-6 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലാണ് റാലികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബിജെപി നേതാവ് യോഗി ആദിത്യനാഥും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫത്തേപൂരിലാണ് ഇന്ന് പ്രചാരണത്തിനിറങ്ങുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വാദ്ര സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റായ്ബറേലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. കർണാടക ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാർ ലക്നൌവിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിൽ മോഹൻഗഞ്ച് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ കൌശൽ കിഷോറിന് വേണ്ടി മുതിർന്ന ബിജെപി നേതാവ് രാജ്നാഥ് സിംഗ് പ്രചാരണം നടത്തി. ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മായാവതി ബുന്ദേൽഖണ്ഡ് മേഖലയിൽ റാലിയെ അഭിസംബോധന ചെയ്തു. ബൽറാംപൂർ ജില്ലയിൽ നടന്ന റാലിയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5-6 ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ നിരീക്ഷകരുമായി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് സംവദിച്ചത്. ഈ മാസം 20-ന് 5ാം ഘട്ടവും 25-ന് 6ാം ഘട്ടവും നടക്കും. ഒഡീഷയിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വരാനിരിക്കുന്ന ഘട്ടങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി കോൺഗ്രസ്, BJP, BJD അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ കക്ഷികൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഭുവനേശ്വറിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. കോൺഗ്രസും IND സഖ്യവും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, G. കിഷൻ റെഡ്ഡി, അർജുൻ റാം മേഘ്വാൾ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ BJP പ്രതിനിധി സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 22 ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയെന്ന് ശ്രീ S. ജയശങ്കർ പറഞ്ഞു. കള്ളവോട്ട് നടന്നെന്ന് ആരോപിച്ച് പശ്ചിമബംഗാളിലെ ബഹരംപൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 8 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് കോൺഗ്രസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബെയ്ജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റ ശേഷം പുടിൻ നടത്തുന്ന ചൈന സന്ദർശനം ഏറെ നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2022-ലെ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ എതിർത്ത അമേരിക്കയുടെ സമ്മർദ്ദത്തെ ചൈനയുടെ പരിധികളില്ലാത്ത പങ്കാളിത്തത്തിലൂടെ മറുപടി നൽകാനാണ് പുടിന്റെ ദ്വിദിന സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചൈനയുടെ കൂടുതൽ പിന്തുണ സന്ദർശനത്തിൽ ആവശ്യപ്പെടുമെന്ന് നയതന്ത്രജ്ഞരും വിശകലന വിദഗ്ധരും പ്രതീക്ഷിക്കുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ നൈപുണ്യ പ്രദർശന മേളയായ ദി ഇന്ത്യ സ്കിൽസ് 2024 ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. അടുത്ത 4 ദിവസങ്ങളിൽ 30 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 900-ലധികം വിദ്യാർത്ഥികൾ പരമ്പരാഗത കരകൌശല വസ്തുക്കൾ മുതൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വരെയുള്ള 61 വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും. യുവാക്കൾക്കും വ്യവസായങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് പരിപാടിയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നൈപുണ്യ വികസന സെക്രട്ടറി അതുൽകുമാർ തിവാരി പറഞ്ഞു. യൂറോപ്യൻ രാജ്യമായ സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ വെടിയേറ്റ് ഗുരുതര നിലയിൽ. ഇന്നലെ ഉച്ചകഴിഞ്ഞ് തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയ്ക്ക് 150 കിലോമീറ്റർ അകലെ പാർട്ടി യോഗത്തിനുശേഷം പുറത്തു വന്നപ്പോഴാണ് ഫീക്കോയ്ക്ക് വെടിയേറ്റത്. വയറ്റിൽ 4 തവണ വെടിയേറ്റ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം അദ്ദേഹം അപകടനില തരണം ചെയ്തതായി ആഭ്യന്തരമന്ത്രി മാറ്റസ് സുദാജ് എസ്തോക് പറഞ്ഞു. ഇത് ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് സുരക്ഷാ കൌൺസിൽ വിളിക്കാൻ ഉപപ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൌരത്വ നിയമ ഭേദഗതി പ്രകാരം പൌരത്വം നൽകാൻ ആരംഭിച്ചതിന് അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട ചരിത്ര ദിനമാണ് ഇതെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ ഷാ പറഞ്ഞു. മതപീഡനത്തെ തുടർന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഇന്ത്യൻ പൌരത്വം ലഭിച്ചു തുടങ്ങിയതായി അദ്ദേഹം പറഞ്ഞു. സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ലോറൻസ് വോങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വോങ്ങുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. ഗാസയിൽ യുഎൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആന്റ് സെക്യൂരിറ്റിയിലെ ഓഫീസർ കേണൽ വൈഭവ് അനിൽ കാലെയുടെ നിര്യാണത്തിൽ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കുട്ടിക്ക് സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ്. രോഗം റിപ്പോർട്ട് ചെയ്ത മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ഡെങ്കിപ്പനി പ്രതിരോധം സുരക്ഷിതമായ നാളേക്കായി നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ ഡെങ്കി ദിന പ്രമേയം. കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പരമാവധി 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 8-നാണ് കാലവർഷം എത്തിയത്. കേരളത്തിൽ വേനൽ മഴ തുടരുകയാണ്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ചക്രവാത ചുഴിക്ക് സാധ്യതയുള്ളതിനാൽ 19-ന് അതിശക്ത മഴയും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഗുവാഹത്തിയിൽ നടന്ന IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 7 ബോൾ ശേഷിക്കെ ലക്ഷ്യം നേടുകയായിരുന്നു. ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഭുവനേശ്വറിൽ നടക്കുന്ന 27ാമത് ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി. ആദ്യ ശ്രമങ്ങളിൽ പിന്നിലായിരുന്ന അദ്ദേഹം 4ാം റൌണ്ടിൽ 82.27 മീറ്റർ എറിഞ്ഞ് ലീഡ് നേടുകയായിരുന്നു. കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. കേസ് അന്വേഷണം ഏറ്റെടുത്ത പ്രത്യേക അന്വേഷണ സംഘം പറവൂരിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. കേസിൽ ഭർത്താവ് രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. സംഭവത്തിൽ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഇതിനകം കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ ഗവൺമെന്റ് ഇളവ് വരുത്തി. ടെസ്റ്റ് വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷത്തിൽ നിന്നും 18 വർഷമായി ഉയർത്തി. സംസ്ഥാന ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. കാലിക്കറ്റ് സർവകലാശാല ബിരുദ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം വഴി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ബിരുദഫലവും പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. പ്രമുഖ മുന്നണികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബെയ്ജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നൈപുണ്യ പ്രദർശന മേളയായ ദി ഇന്ത്യ സ്കിൽസ് 2024-ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 900-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും.
തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.